ശബരിമലയിലെ ഇന്നത്തെ പൂജാ സമയങ്ങളിൽ മാറ്റങ്ങളില്ല. ഇന്നും പുലർച്ചെ മുതൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് തൃക്കാർത്തികയോടനുബന്ധിച്ച് വൈകിട്ട് മേലെ തിരുമുറ്റത്ത് ദീപങ്ങൾ തെളിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി എം രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, സന്നിധാനം ഭക്തിസാന്ദ്രമാണ്, വലിയ തിരക്കാണ്. എന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണെന്ന് പ്രതീക്ഷിക്കാം. എന്താണ് സന്നിധാനത്തുനിന്ന് ഇന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ, സന്നിധാനത്ത് പുലർച്ചെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. 3 മണി മുതൽ തന്നെ 25,000-ഓളം ആളുകൾ ഇതിനകം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. ഇന്നലെ 80,000-ഓളം പേർ മാത്രമാണ് ദർശനം നടത്തിയിരുന്നത്. രാവിലെ നല്ല തിരക്ക് ഇന്നലെ അനുഭവപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ രാത്രി ആയപ്പോഴേക്കും, ഹരിവരാസനത്തിൻ്റെ സമയമായപ്പോഴേക്കും സന്നിധാനത്ത് തൊഴുന്നതിന് വേണ്ടി അത്ര തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. സന്നിധാനത്ത് ഒരു തവണ തൊഴുത ആളുകൾക്ക് പോലും തൊഴാനുള്ള സാഹചര്യം ആവശ്യമാണെങ്കിൽ പോലീസ് ഒരുക്കുന്ന കാഴ്ച കൂടെ ഉണ്ടായിരുന്നു. 80,000-ഓളം പേർ ഇന്നലെ സന്നിധാനത്ത് തൊഴുതു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. അതേസമയം ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനകം തന്നെ ഏകദേശം 25,000-ലും ആളുകൾ ദർശനം നടത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഔദ്യോഗിക കണക്ക്. ഇന്ന് തൃക്കാർത്തികയോടനുബന്ധിച്ച് വൈകിട്ട് ശബരിമല മേൽമുറ്റത്ത് ദീപങ്ങൾ തെളിയിക്കുന്ന ചടങ്ങുണ്ടാകും. ഒപ്പം തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ മണ്ഡലകാലത്ത് സദ്യ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും അടങ്ങുന്ന 5 അംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു. ഈ 5 അംഗ സംഘത്തിൻ്റെ അഭിപ്രായം കൂടെ കണക്കിലെടുത്തതിന് ശേഷം ദേവസ്വം ബോർഡ് യോഗം ചേരും. ആ യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അതായത് നേരത്തെ തന്നെ ലേലം ചെയ്തു പോയ നടപടിക്രമങ്ങളാണ് അന്നദാന വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ മറ്റൊരു തുക നൽകുമ്പോൾ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ കരാറിൽ പങ്കെടുത്ത് കരാർ കിട്ടാതെ പോയ കമ്പനികൾ അത്തരം നിയമക്കുരുക്കുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാനാവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ 5 അംഗ സമിതി പരിശോധിക്കേണ്ടത്. അതിനുശേഷമായിരിക്കും ശബരിമലയിൽ അന്നദാനം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമാവുക. ശരി രാഗേഷ്, സന്നിധാനത്തുനിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രാഗേഷ്.